ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് വാൻസിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇവിടെ ഹെവി ബേർഡൻസിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവസരത്തിനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളെയാണ് ഇന്ന് അവർ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കാണ് പ്രയോറിറ്റി തരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. 5 ഓഫ് സോർട്സിന്റെ എനർജി. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഒരു വ്യക്തിയുടെ രണ്ട് വശങ്ങളെ, രണ്ട് തലങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവർക്ക് എനർജി നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളൂ, പോസിറ്റീവ് എനർജി അവർ കാണുന്നുള്ളൂ എന്ന് പറയുന്നു. കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇൻ ലോസ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളില്ലാത്ത ഇത്രയും നാളും അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഫീൽ ചെയ്യുകയാണ്. അവരുടെ കഴിവുകൾ പോലും അവർ മറന്നുപോയതായിട്ട് കാണിക്കുകയാണ്. അവരുടെ കഴിവുകൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നിങ്ങളാണ്, പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കുകയാണ്. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നവർക്ക് ഫീൽ ചെയ്യുന്നു. എങ്കിലും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്നാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരെ സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഇവിടെ വിക്ടറി എന്നാണ് കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഒരു ഡ്രീമറെ കാണിച്ചു തരുന്നു. ഇന്ന് നിങ്ങളെ സ്വപ്നം കാണുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സിന്റെ എനർജി ഒരു ഡ്രീമറെയാണ് കാണിച്ചു തരുന്നത്. ഡ്രീമർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മിറാക്കിൾ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അവർക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അവരുടെ ജീവിതം പൂർണ്ണതയിലെത്തൂ എന്നവർ തിരിച്ചറിയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അത്രയേറെ സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെ നിന്നും ആ ഒരു സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവര് എന്താണ് അടുത്ത് സംഭവിക്കുക എന്നുള്ളൊരു ചിന്തയും കാണിക്കുന്നുണ്ട്. അവർ എക്സൈറ്റഡ് ആണെന്ന് പറയുന്നു. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നു എന്നാണ്. ക്വിക്കായിട്ടും സൈലന്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് മാറുന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ അവർ സ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരാൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവാം. പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ വാല്യൂ ആണ് ഏസ് ഓഫ് കപ്സ് കാർഡിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ മൂല്യം, ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ബന്ധം എൻ്റായി പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ന്യൂ കണക്ഷൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മൂല്യം, വാല്യൂ തന്നെയാണ് ഇവിടെ അവർ അറിയുന്നത്. നിങ്ങളും അവരും പ്രണയിച്ചിരുന്ന നിമിഷത്തിൽ നിങ്ങൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് ആണ് എന്നവർ തിരിച്ചറിയാണ്. ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്നാണ് കാർഡ് പറയുന്നത്. എവേക്കനിങ് ആണ്. അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ഒരു സാധ്യതയെ കാണിച്ചു തരികയാണ്, ഹോപ്പിനെ കാണിച്ചു തരികയാണ്. 5 ഓഫ് പെന്റക്കിളുടെ എനർജി ഫിനാൻഷ്യൽ പരമായിട്ട് അവർക്ക് വന്നിട്ടുള്ള ചെറിയൊരു ഇഷ്യൂവിനെ കാണിക്കുകയാണ്, സ്ട്രെസ്സിനെ കാണിക്കുകയാണ്. ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. എങ്കിലും യൂണിവേഴ്സ് പറയുന്നത് അവരോട് മുന്നോട്ട് എന്നാണ്. കാരണം അവരുടെ കരിയറിൽ വന്നിട്ടുള്ള ചെറിയൊരു നഷ്ടത്തെ, അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ചെറിയൊരു നഷ്ടത്തെ ഇവിടെ കാണിക്കുകയാണ്. അവരത് കാരണം ചെറിയ രീതിയിൽ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത്, നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ് കാരണമാണോ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്? നിങ്ങളുടെ മനസ്സ് വേദനിച്ചത് കൊണ്ടാണോ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നവർ ചിന്തിക്കുകയാണ്.
ശരിയാണ്. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ പരമായിട്ടും ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഡിഫിക്കൽട്ടീസ് വന്നിട്ടുള്ളത്. അത് യൂണിവേഴ്സ് കൊടുക്കാതെ പോവില്ല. കാരണം നിങ്ങൾ അത്ര കണ്ട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചിട്ടുള്ളത്. അവരാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസിന്റെ എനർജി. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ, അവർക്ക് നഷ്ടങ്ങൾ വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ടെമ്പറൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ മിഡിൽ പാത്തിലാണ്, ജീവിതത്തിന്റെ മധ്യപാതയിലാണ്. എൻ്റെ പേഴ്സണോട് ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് ഇവിടെ എന്നെ മധ്യപാതയിൽ എത്തിച്ചിട്ടുള്ളത്. എനിക്ക് എവിടെയും എത്താനായിട്ട് സാധിക്കാഞ്ഞത്. ഇന്ന് ഞാൻ എൻ്റെ എനർജി ബ്ലെൻഡ് ചെയ്യുകയാണ്. ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ പേഴ്സണിലേക്ക് ഞാൻ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ തന്നെയാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷയായിട്ട് അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളാണ് അവർക്ക് പോസിറ്റീവ് എനർജി, നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവരുടെ കൂടെയുള്ളത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ നെക്സ്റ്റ് കാർഡ് പറയുന്നു 8 ഓഫ് വാൻസ് കാർഡ്. അവരുടെ വലുതും ചെറുതുമായ ആഗ്രഹങ്ങൾ സാധ്യമാകണമെങ്കിൽ നിങ്ങൾ അവരോട് കൂടെ വേണമെന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത്, വാൻസ് കാർഡ് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ അവരെ സ്വീകരിക്കണമെന്നുള്ളത് അവർ അത്രയേറെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വാട്ടർഫോൾസിനെയാണ് കാണിക്കുന്നത്. അതൊരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് സൈനാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മതിയാക്കി പോകാനായിട്ട് പറ്റില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ബന്ധം തുടങ്ങുകയാണ്. സന്തോഷ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് 6 ഓഫ് വാൻസ് കാർഡിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നേടിയെടുക്കാൻ പോവാണ്, നിങ്ങളെ നേടിയെടുക്കാൻ പോവാണ്. വിക്ടറി എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഇൻസ്പയറിങ് അതേഴ്സ് എന്നാണ് പറയുന്നത്. അവരുടെ കരിയർ ആവാം, ഇൻഫ്ലുവൻസറെയാണ് കാണിക്കുന്നത്. അത്രയേറെ പ്രശസ്തി അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ കാണിക്കുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. ഒത്തിരി പേര് അവരിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവര് മറ്റുള്ളവർക്ക് ആകർഷണീയമായിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ തുടക്കത്തെയാണ് നെക്സ്റ്റ് കാർഡ്, ഫുൾ കാർഡ് പറയുന്നത്. അഡ്വഞ്ചറായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളും അവരും സെപ്പറേഷൻ വന്നിട്ടുള്ളത്, ആ കാരണങ്ങളെല്ലാം ഇന്ന് നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വരികയാണ്. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പുതിയ ജീവിതത്തെ ആഗ്രഹിക്കുന്നു. എവേക്കനിങ് ആണ് പറയുന്നത്, തുടക്കം ആഗ്രഹിക്കുന്നു. പാസ്റ്റിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, വേദനകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. സൺ കാർഡാണ്. പൂർണ്ണത എന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സക്സസ് എന്നാണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. പോസിറ്റീവ് എനർജി. ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ റീബർത്താണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒന്നാവാൻ പോവുകയാണ്. റീബർത്താണ് സംഭവിക്കുന്നത്. ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, കാർമിക് എനർജി ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ ആയിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ എനർജി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്ന പോസിറ്റീവ് എനർജിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന തുടക്കം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് കംപ്ലീഷൻ ഇല്ല എന്ന് പറയുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്താണ് നോക്കാം. ആദ്യത്തെ കാർഡ് സോൾ സെർച്ചിങ് എന്നാണ്. നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നവർ പറയാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ അവർ പറയുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. ഓപ്പൺ ചാപ്റ്റേഴ്സ്. There are still pages to write, so make them great. പേജുകൾ അവസാനിച്ചിട്ടില്ല പറയുന്നത്, ഇനിയും എഴുതാൻ ബാക്കിയുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഇനിയും ഒരുപാട് പേജസ് ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതം ഒരുപാടുണ്ടെന്ന് പറയാണ്.
ഓൺ ദി മൂവ്, മൂവിങ് എവേ ഓർ ഗെറ്റിംഗ് എ ന്യൂ ഹോം ടുഗദർ. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ദൂരേക്ക് മാറി താമസിക്കാനാണ്, അല്ലെങ്കിൽ ഒരു വീടെടുത്ത് താമസിക്കാനാണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്നും മാറിക്കൊണ്ട് ദൂരേക്ക് മാറി താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീടെടുത്ത് താമസിക്കുക എന്ന് തന്നെയാണ്. എൻചാന്റഡ് വിസ്പർ, ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. ഇവിടെ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് പ്രണയ ജീവിതത്തിൽ ഒരു ചാൻസ് കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. ലവ് സ്റ്റോറീസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ് ടു ബി സെഡ്. പറയേണ്ട കാര്യങ്ങൾ പറയുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യം, പരസ്പരം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറയാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് എല്ലാം അറിയില്ല, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് തുറന്ന് സംസാരിക്കാനാണ്, പരസ്പരം ആശയവിനിമയം നടത്താനാണ്. നെക്സ്റ്റ് കാർഡ് ഫ്ലട്ടറിംഗ് ഹേർട്ട് എന്നാണ്. എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി വേണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ എന്താണ് യൂണിവേഴ്സിനോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും ഒരു പടിക്ക് മേലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരികയാണ്. അങ്ങനെ നിങ്ങളിലേക്ക് സാധ്യമാകുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി വേണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ അവസാനിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് പറയുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.